Oh! Come on! ഇൻസ്റ്റാഗ്രാമിൽ വരണം. ഇതാണ് അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൊന്നാനിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസിലാണ്. കർമ്മ റോഡ് എന്ന് പറയും. പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ പൊന്നാനി വളരെ കൂടുതൽ വന്ന ഒരാളൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഞാൻ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു ആംബിയൻസ് കണ്ടിട്ടുള്ളൂ, പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഏതാ സൈറ്റ് നല്ല ആംബിയൻസിലൊക്കെ കൊച്ചി പോയാലുണ്ട്. അല്ല ഇവിടെ നോക്കി ബോട്ടൊക്കെ പറയില്ലേ പൊന്നാനിക്ക് അല്ല അങ്ങനെ അത്ര സെറ്റ് ഞാൻ കരുതിയില്ല കേട്ടോ. രാത്രി വൈകുന്നേരം ഇവിടെ നൈറ്റ് ലൈഫാ എക്സ്പോ ഉണ്ട് ചാമലേ എന്റെ ഉമ്മാന്റെ മൂത്തോട്ടിയാനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനുള്ളൂ, ഇതിനൊന്നും പറ്റൂല. എടാടാ ഉമ്മാന്റെ നടുത്താണ് ഞാന് ചെറുത്. ഇല്ലെങ്കിൽ പെണ്ണിട്ടാതൊക്കെ പോയാല് ലോക ഗൈസ്, നമ്മളിപ്പോ കർമ്മ റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ ഈസ് എ ഡിഫക്ട് എന്നല്ല പറയല്. മുട്ടപ്പത്തിരി അതൊക്കെ അവിടെ ഉണ്ടല്ലേ? അവിടെ കടി ഉണ്ടല്ലോ പറയാ. എണ്ണക്കടി ഒന്നും കടിക്കണ്ട, എണ്ണക്കടി നല്ലതല്ല. അതല്ലേ നമ്മള് കണ്ണാപ്പികളുണ്ടല്ലേ? ഓ എടാ, എല്ലാരും കണ്ണാപ്പികളാണ്, പുറത്തെല്ലാരും അഭിനയിക്കണമെന്നുള്ളൂ. ഞാൻ കണ്ണാപ്പിയല്ല. ചന്ദ്രൻ മണിക്കില്ല. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ വ്ളോഗിൽ വരും കേട്ടോ. ബിഹൈൻഡ് ദ സീൻസ് ഇവിടെ വന്നപ്പോ ഓനക്ക് ഓന്റെ വണ്ടിന്റെ കുറെ എടുക്കണം, ഫോട്ടോഷൂട്ട് പരിപാടി കാര്യങ്ങള്. എന്തായാലും കുറച്ചും കൂടെ പരിപാടികളുണ്ട്. ഓനാകെ വണ്ടിയിൽ എണ്ണ അടിച്ച് വരുന്ന ഇതിനാ കുറെ ഫോട്ടോ എടുക്കുക. നമുക്കിപ്പോ MS സൊല്യൂഷനില് ഷൊയ്ബ് ചെയ്യണം അതേപോലെ ഓന്റെ ഫോർച്യൂണറിന്റെ മാതിരി ഓന്റെ അൾട്ടർണർ നമ്മൾ ആയി കൊടുക്കണം. ലുക്കാൻസ് തരാം. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കണ മാതിരി ഓനെ വിളിക്കണത് ലുക്കാനസ് എന്നാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അടിപൊളി റോഡ്. അവിടുന്ന് ഇതാ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ്. അവിടെ ഇതാ ഇവർ ചൂണ്ട പിടിച്ചൊക്കെയുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നേ. അവിടെ കുറേ പേര് ചൂണ്ടിടുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. വാവ്, വാട്ട് എ പ്ലേസ്. അടിപൊളി ഒന്നും പറയാനില്ല. അപ്പോൾ സേറാൻസിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. സേറാൻസ് പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുക അതിനോടൊക്കെ ഭയങ്കര ഒരു അഭിനിവേശമുള്ള വ്യക്തിയാണ്. അവൻ്റെ ഫോട്ടോ എടുക്കുന്നത് ജുനൈദാണ്. എടാ വേടക്ക് എടുത്തിട്ട് ഓൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം കേട്ടോ. സേറാൻസ് എക്സ്പ്രഷൻ നോക്കട്ടോ. ഫോട്ടോഷൂട്ട് കുറച്ചൊരു ട്രെൻഡിനൊപ്പം കളിക്കേ. അതെ നമുക്ക് നോക്കാം സേറാൻസിന്റെ ഫോട്ടോ.
സോറി. കൈ ഇങ്ങ് മോനെ കാലിഞ്ഞ് കുറച്ച് ഈ കാല് ഇത്ര പോകല്ലേ കുറച്ച് സൈഡ്. ആ അങ്ങനെ അത്ര എടുത്തോ നോക്കട്ടെ. ഇങ്ങനെ ഇപ്പൊ എത്ര ഇതിട്ടല്ലേ ഇപ്പൊ കുറച്ച് എടാ ബട്ടൺ അയക്ക്. കുറച്ച് കൈ ഇത് വരില്ല. കൈ ഇങ്ങനെ മടക്കി പിടിച്ചാ കുറച്ചുകൂടെ അങ്ങനെ മതി. ഉൾപ്പത്തോട് പോയി കിട്ടിയാ തന്നെ സെറ്റായി. അങ്ങനെ തന്നെ ഫോട്ടോ പോടാ അവിടെ. കണ്ണുകൊണ്ട് ഓ മോൻ ജിണ്ടിട്ടാ ഇൻസ്റ്റാഗ്രാമിൽ വരണം. ഇതാണ് ഈ ബ്ലാക്കും ഇതും നല്ല എടാ ഒരാളെ ഭംഗി ആളെ കോസ്റ്റ്യൂമിലാണ്. നമുക്ക് എന്ത് ചെയ്യാറോ മറ്റേ ഷോട്ടില്ലേ കാറിന്ന് ഇറങ്ങണേ ആ ഷോട്ട് ഒന്ന് ഇപ്പെടുത്താ. ആ അടിപൊളി. തുപ്പി ആദ്യം ശരിയാ. ആരാണെനിക്ക് ബുദ്ധിയില്ലാറേ. കത്രിയനൊക്കെ ഇതിലാണല്ലേ. ഞാനല്ല എടുക്കും. അല്ല ഇത് എടുത്തോ. ഇതിലുണ്ടോ? അതിൽ തീർക്കേ സിനിമാറ്റിക്കിൽ സിനിമാറ്റിക് 3x. ഒന്നുമില്ല, MS സൊല്യൂഷൻ്റെ വീഡിയോ ഉണ്ട്. അയ്മന്ന് മോട്ടിവേറ്റഡ് ആയിക്കാണ്. ഓൻ്റെ ഫോർച്യൂണർ മാറി ഇവൻ്റെ അൾട്ടോണൂർ വേണമെന്ന് നടക്കുവാണോ നോക്കട്ടെ. ആ ഓക്കെ ആയിട്ടില്ല പൊട്ടാ അടക്ക്. ഓക്കെ അല്ലേ? ഓണായി ചേരങ്ങേ എന്ത് ആ ഇറങ്ങി വേണ്ടാവേയോ? പ്ലേ നോക്ക് പ്ലേ നോക്ക്. ടോപ്പാക്കി ആ ഡോറിന് തുറന്നെടുക്കണ്ടായിരുന്നില്ലേ? ഇല്ല അവിടുന്ന് കട്ട് ചെയ്തിട്ടാറ് സാധനം എന്തത് വരാത്തത്. അത് സ്ലോമോ ഒക്കെ അടിപൊളിയുണ്ടോ? അത് കടച്ച് ഈ കാർട്ടൂണോ ഇത് കിട്ടുന്ന സാധനം MS സൊല്യൂഷൻ വല്ലോ വെല്ലും എമ്മത്തോനെ കടത്തി വിട്ടു നമ്മള്. ഇനി ഓനെ പൂതിക്ക് കുറച്ച് ഫോട്ടോ നിന്റെ വണ്ടിയിലേക്ക് ചാരി കിട്ടുന്ന തൊട്ട് പാടുന്ന ആ വണ്ടിന്റെ ബാക്ക് ഫ്രണ്ടിലോ കത്തട്ടെ. എടാ ബട്ടൺ കുറച്ച് അയക്കടാ. അയച്ചോണ്ട് ഇതിന്റെ പകുതി നോർക്ക്. ഇത് മുസ്തഫ മാറേ അയിമൊന്ന് ശരിയാക്കണം. അങ്ങനെ മതി. അയിമക്ക് എങ്ങനെ എങ്ങനെ നമ്മള് കൈ മടക്കൂലേ? മടക്കുന്നോ? സ്ട്രോങ് ആയി ചിരിച്ചാതെ പല്ല് കാണിക്കാതെ കുറച്ച് ഗൗരവം ആറ്റിറ്റ്യൂഡ് തൊള്ള പല്ലാണല്ലേ. അയിമക്കോക്ക് കൈ മടക്കണം എടുക്കണം. താത്തിയാണ് ഇഞ്ചി ചിരിച്ച ഇഞ്ചി ആനാണ് ഐസാണ് ഐസ് പിക്കർ കാണിച്ചെടുക്ക. ഇന്നത്തെ ചായ ടോപ്പായി അടിച്ചടാ. നോട്ടെ ഇന്നത്തെ ചായ കാണിക്കടാ. കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ അടുത്ത കൊല്ലം വരെ ഉള്ളതായി.
ഇല്ല ഒരു കൊല്ലം മുന്നോട്ട് വേണം. ചാർജ് ചെയ്യാൻ ഓൻ്റെ കേട്ടോ എന്നാല് ഒക്കെ ഇല്ലാത്ത മതിയെത്താ. ഓരോന്ന് മാറ്റിട്ടോ ഈ ബോയ്സ് ഫുള്ള് ഇങ്ങനെ കേട്ടോ. നമ്മൾ ഡ്രസ്സ് മാറ്റുക, പാൻറ് മാറ്റുക ഒക്കെ ഉണ്ടാവും. ഗേൾസ് ഇതേപോലെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഡ്രസ്സ് കടം കൊടുക്കലുണ്ടാ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ? ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കല്ല, കമൻറ്റ് ചെയ്യുന്നു. കിട്ടിയാ മീണ്ടാ ഇവിടെ മീൻ കിട്ടി. ഓ കിട്ടി. ഇതെന്ത് മീനാ? മീനോടാ ഇതിലൊക്കെ വന്ന് കിട്ടും. ഓ ഇത് എല്ലാം ടോപ്പാക്കി. വിളിച്ചിട്ടാ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു മീനെ കിട്ടിയ. ഓക്കെ, സൈറൻസ് അടുത്ത ഷർട്ട് ഇട്ടിട്ടുള്ള പിക്ക്. എടാ അത്ര കൈ മര്യാദക്ക് മടക്കി, അങ്ങനെ മടക്കുക. കണ്ണിങ് പോലെയാണ്. ഞാൻ നോക്കിയാ പോരെ. എന്റെ ഇഷ്ടം അത് വാങ്ങണം. ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ ഒന്നുകൂടി. ഫോണ് ചാർജ് ചെയ്യുന്നല്ല. അല്ല നമുക്ക് ഇനി അവിടെ ഏതെങ്കിലും കടന്റെ മുമ്പിൽ പോയിട്ട് കുറച്ച് ചാർജ് ചെയ്യാം. ഫെയർനെസ് ചാർജായി. ഇന്നത്തെ ദിവസം കൊണ്ടുപോയി. അടുത്ത പരിപാടി ചായ കുടിക്കാൻ. എന്തൊക്കെ ഉണ്ടോ? ചിക്കൻ മുട്ട പപ്സ് എടുത്താണ്. ചിക്കൻ മുട്ട കോയിനെ മുട്ട മാത്രമേ ഉള്ളൂ. ചിക്കൻ ഇല്ല. ചിക്കൻ മുട്ട നമ്മള് നമുക്ക് എന്തുണ്ട്? എനിക്ക് ചിക്കൻ കഴിക്കാനില്ല. ഓ ചിക്കൻ കഴിക്കാൻ പറ്റും. ബീഫിന് എന്തില്ല? ചിക്കൻ അല്ലാത്ത എന്തല്ലേ? ചിക്കൻ അല്ലാത്ത ചിക്കൻ ഫ്ലേവർ ബീഫ് സമൂസ. ആ ഇത് ചിക്കൻ. ആ കുത്തി ഇതുണ്ടാ അതുണ്ടാ ചട്നി എന്തെങ്കിലും? ഇത് രണ്ടെണ്ണം അല്ല ഒന്നാണ്. ഓക്കെ നിങ്ങളെന്താ പറഞ്ഞേ? കയറോ നിങ്ങളെന്തെടുത്തേ? നമുക്കെന്താ കോഫി? ചിക്കൻ അല്ലേ ബീഫ്? അത് ബീഫ് സമൂസ. ഇതിൽ ബീഫ് ഇതല്ലേ? ഇതാണ് നമുക്കുള്ളത്. ഇതിന്റെ ആണ്. ഇതെന്താ? ഇത് ചിക്കൻ മുട്ട പപ്സ്. ചിക്കൻ മുട്ട പപ്സോ? അതായത് ചിക്കൻ ഉണ്ടാവും മുട്ട ഉണ്ടാവും. അങ്ങനെ ചിക്കൻ മുട്ട വെറൈറ്റി ഫുഡ് ഉണ്ട് അവിടെ ഉണ്ടല്ലേ? അടിപൊളി സാധനങ്ങൾ. ഇതേ പോണ അടുത്ത് വാങ്ങാനേ. ഇവന് തന്നെ പണി. കേപ്പി എന്താ ചേച്ചി? ഞാനൊരു സമൂസ, ചിക്കൻ സമൂസ. ചിക്കൻ സമൂസ. സമൂസ. ഇത് ബീഫ് സമൂസ. അതെന്താ അങ്ങനെ എടുത്ത്? നമുക്ക് തൊള്ളാൻ പറഞ്ഞു വേർത്തില്ല. സമൂസ ഈ മസാലകളുടെ 30 രൂപ എന്ന് പറഞ്ഞ് ആസ്ഥാനം. ഞാൻ നിൽക്കണ്ട. ഈ ഹോൾമാർക്സ് അതല്ലോ ആയിരുന്നാ നമ്മളെ ഷെയ്ദില്ല, നമ്മളെ സീനിയറിൻ്റെ ആണ്. ഫുള്ളായിട്ട് നമ്മുടെ SLC ബാച്ചിൽ ഷെയ്ദിൻ്റെ ആണ്. ഇതേമാതിരി ചമ്രോട്ടത്തുണ്ട്. പ്രത്യേകത അവിടെ സെബീലിൻ്റെ ഉണ്ടാവും. സെബീലിൻ്റെ ഉണ്ടാവും നമ്മളെ ധർമ്മപ്പെട്ടി. ആ
അങ്ങനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ കോഫി കിട്ടി എങ്ങനെ കേട്ടോ എല്ലായിടത്തും കോപ്പി ചെയ്യാൻ ഇട്ടാ എന്താ അങ്ങനെ ഒരു ഇത് എന്താ അങ്ങനെ ഇട്ടണേ കോപ്പി ചായനെക്കാട്ടും കുറച്ചുകൂടി സെറ്റപ്പുള്ള താനല്ലേ. 5 രൂപ കൂട്ടുന്നില്ലേ? 5 രൂപ പാത്രത്തിലാക്കി തരുന്നേനാ. പക്ഷെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് അല്ലല്ലോ തീരായാലും വേറെ പ്രത്യേകം കൂടി ഉണ്ട്. എന്താ ഇത് ഒരേ ക്വാണ്ടിറ്റി ആക്കരം. പക്ഷേ ഒരേ ക്വാണ്ടിറ്റി ആക്കരം അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പൊന്നാനി വന്നപ്പോ ഒരു കടയില് ഇത് കണ്ടു. ഇതെന്താണ് ഇതിന്റെ പേരെന്താ? ബേക്കഡ് ക്രിസ്പി സാധനം. അത് നോക്കി കോക്കനട്ട് ചിപ്സ് എന്നൊക്കെ എഴുതി കൊടുക്കും. അതായത് നമ്മളിത് ഓർഡർ ചെയ്തിക്കണോ, നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, അവിടെ ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലാണ് അത്. ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റിലും വരുന്നതുണ്ട്. ഇതെന്താ ഇത് മറ്റേ ചാറ്റ് മസാല. മസാല ഇടില്ലേ? പൊന്നാനി കർമ്മ റോഡിലെ അവസാനം, കർമ്മ റോഡ് അവസാനിക്കണോണ്ട് അങ്ങനെ ഉണ്ടാവും പറയാം. അതിന്റെ അപ്പുറത്ത് ഇതുണ്ട്, ടിയാൻ കഫേന്റെ അപ്പുറത്ത് ഈ ബോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഉണ്ടാവും പറയാം. സൂപ്പർ ഫുഡ് ദാറ്റ്സ് ക്രിഞ്ചി ആൻഡ് ടേസ്റ്റി. ഓക്കെ, ഹൊമ്മൂസ് എന്നാണ്. നമ്മള് ടേസ്റ്റ് നോക്കാൻ പോവാണ്. എന്താ അവസ്ഥ നോക്കാം. ഫസ്റ്റ് ഞാൻ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണാർത്ഥം എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്താണ്. എത്ര കിട്ടാത്തത് നോടെ. അടിപൊളിയാ. എന്റെ ഇയാളെ പണ്ട് പറഞ്ഞല്ല സെറ്റാ സെറ്റാണെന്ന് അത് പൊടി രസല്ലേ? രസമുണ്ടാവും. ആ ഒരു ക്രിസ്മസും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു ക്രിസ്പി ഉണ്ടോ? ഒരവകാശപ്പെടാത്തുള്ളൂ. ഇതിങ്ങനെ ഇതിക്കൊണ്ട് ബേക്കുന്ന ഇങ്ങനെ ക്ലച്ച് മറിച്ചെടുക്കില്ല. സെറ്റ് സെറ്റ് ജിനൈദ് ബാബാ വേറെ സാധനം ടേസ്റ്റ് ചെയ്യാണ്ട്. കഴിച്ചോ, ഇത് കഴിക്കണം. ഇതിന് മാണ്ട ഇതിൽ കഴിക്കാം. സെറ്റല്ലേ? ഒരു ക്രിസ്പി ഉണ്ട്, ക്രിസ്പി സാധനം. അത്രേ ഉള്ളൂ. ഇത് കോക്കനട്ട് ചിപ്സ് നമ്മൾ വാങ്ങിക്കണത്. പല ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചായ കുടിച്ചപ്പോൾ അല്ലെങ്കിൽ ഐസ്ക്രീം വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, മറ്റേ സുമഹാസിത്തല്ലേ ആ രീതിക്ക്, അത് ആ പാട്ടന്നല്ലേ ആ രീതിക്ക് ഓൻ്റെ ഒരു റീല് വേണമെന്ന്. ഇനി അഴിഞ്ഞിറക്കണം ചൂലിട്ടോ. പെരും മഴയെന്നോ പൊട്ടി പെരും മഴയത്ത് അവിടെ ഒരു ലൈൻ കമ്പി പൊട്ടി വീണിക്കണോ. ജസ്റ്റ് മിസ് അങ്ങോട്ടൊക്കെ ഇത് അവിടെയാണ്. അല്ലല്ല അന്നപ്പം ഇങ്ങോട്ട് സ്പാർക്ക് പോകും. പിന്നെ ഒടുക്കത്തെ കാറ്റും മഴയാണ് വന്നല്ലേ. അതെ, കാറ്റ് നമ്മള് പോയോട്ട് തിരിച്ചു വന്നിക്കാണ്. അതെ, പഠിച്ചോ കാത്ത് കമ്പി ഞങ്ങള് ഇതൂടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ബൈക്കായിരുന്നു അല്ലെ. നമ്മള് പോണ ബൈക്കല്ലേ, നമ്മള് തിരിച്ച് ആ ബൈക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഒരു മരം വീണ്, ഒരു കമ്പി ലൈൻ കമ്പി വീണിട്ട് നേരെ മുന്നില് ജസ്റ്റ് മിസ്സാണ്.
എന്തോ ചെല്ലി പറഞ്ഞോണ്ട് ഉമ്മാന്റെ പ്രാർത്ഥനോണ്ടൊക്കെ എന്തായി അത് കഴിച്ചിലായി. നമ്മള് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാണ്. കുറച്ച് ലോങ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സേഫ് ആണ്. അതെ അതെ, വന്ന വഴി മറക്കരുത് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങള് മറന്നു. വന്ന വഴി മറന്ന് ഇപ്പൊ എന്തായാലും ഞങ്ങള് പൊന്നാനി ഇനി എടുക്കാം നമ്മള് നേരെ ചെക്കനോടാക്കി കൊടുത്തിട്ട് നമുക്ക് പോകാം. അതെ, നമ്മളെ കേപ്പിനാക്കി കൊടുത്തിട്ട് നമ്മള് വേറെ റൂട്ട് പിടിക്കാം. നമ്മൾ ഇതുവരെ കാണാത്ത വേറെ റൂട്ടിലേക്കാണ് നമ്മൾ പോണത്. കിടിലൻ ഡ്രൈവ് എക്സ്പീരിയൻസ് കിട്ടുന്ന വേറെ റൂട്ടുണ്ട് ഇവിടെ. ഇതിനോട് സമാന്തരമായിട്ട്, അതായത് പൊന്നാനിക്ക് പോകാൻ ഇവിടെ ഒരുപാട് റൂട്ടുകളുണ്ട്. ചമ്രവട്ട പാലം ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് കർമ്മ റോഡ്. വൈബ് ആസ്വദിച്ച് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. മറ്റേ KSRTC വൈബുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് സമാന്തരമായിട്ട് വേറെ റോഡുണ്ട്. അങ്ങനെ റോഡാണ് നേരെ നമ്മളെ പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തുന്ന റോഡ്. പയ്യ നമ്മളെ കോളേജിന് അടുക്കില്ല കേപ്പിയാ. യെസ്. പിന്നെ ഇവിടുന്ന് ഏത് ടേണിംഗ് എടുത്താൽ ആ റോട്ടുമ്പോൾ നമ്മൾ എത്തും. ബട്ട് നമ്മൾ ഏതായാലും മറ്റേ പള്ളി ഉണ്ടല്ലോ, എന്താ പള്ളിയുടെ പേരുന്നടാ കേപ്പിയാ? അല്ലടാ, ആ പള്ളി നമ്മൾ എത്ര പള്ളി? പൈതൽചാറം പള്ളിന്റെ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നെ നേരെ ആ വണ്ടിക്ക് പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണില്ല. എന്തായാലും ഇന്നത്തെ ഡേ ഒന്നും പറയാനില്ല. താങ്ക് യു മച്ച്. ഞാനിതായി ജുനൈദൊക്കെ പഠിച്ചു എടാ, നമ്മളിപ്പോ വന്നിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? അവിടെ കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പഠിപ്പ് മുഖ്യം പിക്കില് എങ്കിലും എന്താണ് കൊറേ കാലം ഇങ്ങനെ നമ്മള് പഠിച്ച് മാർക്ക് അവർ വേർഡ്സ് ഞങ്ങള് ജോബ് നേടിയിട്ട് വണ്ടിയൊക്കെ മാറ്റും. ഇപ്പൊ അൾട്ടൊന്നുമല്ല, നമ്മള് ഫോർച്യൂണറും ക്രെറ്റയും നമ്മൾ എടുക്കും. തന്നെ പരിപാടി നമ്മള് റോട്ടിൽ ഇതേ പാട്ട് നമ്മള് ഇതേ പാട്ട് അന്ന് നമ്മള് ഇതേ ഡ്രൈവറെ വെച്ച് തന്നെ നമ്മള് വീഡിയോ എടുക്കും ഗൈസ്. അന്ന് ഇന്ന് രക്ഷപ്പെട്ട കമ്പി അന്നും ഉണ്ടായിരുന്നു. ഫോർച്യൂണർ ഫോർച്യൂണർ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് ഇങ്ങനെ നമ്മളെ ആഗ്രഹിക്കുന്നുള്ളതാണ്. മോനെ ഒന്ന് വേഗം പോ. ആഗ്രഹിച്ച് അടുത്തേക്ക് വരില്ല. അതെ, അധികം ആഗ്രഹിച്ച് ഓനെ അങ്ങോട്ട് ആകർഷിച്ചെടുക്കാണ് നമ്മള്. അങ്ങനെയെങ്കിലും ഒന്ന് ഉമ്മച്ച് പോയിക്കോട്ടെ, പൈസ തന്നാ മതി. വണ്ടിനാണ് സംഭവം. വണ്ടി തട്ടിയതാണെങ്കിലും തട്ടിയത് ഫോർച്യൂണറാണ്. പ്രീമിയം തട്ടനട്ടി അറിയില്ലേ? മറ്റേ റീലൊക്കെ ട്രെൻഡ് ചെയ്യുന്നില്ലേ? ഞാൻ എന്റെ വണ്ടി ആക്സിഡന്റ് ആയി, അപ്പൊ ഏത് വണ്ടിയാ എന്താ എനിക്ക് അതിന്റെ ഇതൊന്നും അറിയില്ല. പക്ഷെ മുമ്പിലൊരു സാധനം ഇങ്ങനെ വരുന്നുണ്ട് അറിയും. റോൾസ് റോയ്സ് ആണ്. ഒരു ആളിങ്ങ് നീച്ച് ഓടണ ഇതൊക്കെ ഉണ്ട് അതിന്റെ മുന്നില്. ജോർജിയ പോയിട്ട് ജാഗർ കൊണ്ടിട്ട് പറയില്ലേ എന്ത് ടൈഗർ ബാമിന്റെ പഴയ വണ്ടിയാണ്. ബാം ഇറക്കേണ്ടി മുമ്പ് ഒരിക്കൽ തരുന്നു. ടൈഗർ ബാമില്ലേ വല്ലാത്തൊരു വിജയം തന്നെയായിരുന്നു. ഇപ്പോഴും ഗൾഫിൽ നിന്ന് ടൈഗർ ബാം എന്താ അവിടുന്ന് എന്ത് ഒരു സോപ്പും ഉണ്ടാവും, ടൈഗർ ബാം ഉണ്ടാവും. ടൈഗർ ബാം ക്ലിയോപാട്ര സോപ്പ് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ക്ലിയോപാട്ര അതാണ് ചമ്രവട്ടം പാലം. അല്ലെങ്കിൽ നമ്മളെ റോഡ് ഭയങ്കര മോശം. ചമ്രവട്ടം പാലാണത്. ഇത് ശരിക്കും എന്താ കായലാണ് പോയ എന്താണ് കായലോരം നീള പാർക്കാണത്. നിന്നെ ഞാന് ചമ്രവട്ടം ആ പാട്ടിരി കായലോരം അരിഞ്ഞിട്ടോളി ഫോണിൽ കണ്ടിട്ടാ പാട്ട് എവിടെ യൂട്യൂബ് ഉണ്ടാവും. അത് ബാക്കിൽ അടിച്ചടി സ്പോട്ടിഫൈ എടുക്കുമോനെ. ഇതാണ് പൈതൽചാർ കേട്ടോ. എന്നാലും ഒരു വണ്ടിയും എണ്ണ അടിച്ചാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മള് എണ്ണ അടിച്ചാൽ കൈ എന്നിട്ടില്ല വേറെ കാര്യം. ലോകമെത്ര സുന്ദരം റാഹിമേ നിൻ കലാവൈഭവമാകയും പല അത്ഭുതം ലോകമെത്ര സുന്ദരം. അപ്പോൾ നമ്മൾ പൊന്നാനി അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ചെട്ടിയാങ്കിണറാണ്. കോയിച്ചാന്ന് ചെട്ടിയാങ്കിണർ. ഇവിടെ എന്താ വെച്ചാൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ഷനീബിനെ കാണാൻ വന്നതാണ്. ഷനീബ് ആലോചിച്ചാലും ആരുമല്ല, എനിക്കവനെ സിമ്പിളായിട്ട് അവനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് തുടക്കം മുതൽ ഇതുവരെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ ഓന് ഒരാഴ്ചയായിട്ട് ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാണ്. അപ്പോൾ അന്ന് വരണമെന്ന് കരുതിയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല.
ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഒഴിവാക്കി ഒരു വരാൻ പറ്റിയത്. അപ്പോൾ ഒന്ന് വന്ന് കണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. എന്തായാലും അവൻ്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ. അവിടെ എത്തി വിശേഷങ്ങൾ പറയണതുമില്ല, എന്തായാലും ഒരാൾ രോഗിയായി കിടക്കണ്. എന്തായാലും പോയി നോക്കട്ടെ എന്താ പാട് കിട. എടാ മോനെ ഇത് കോളേജത്തെ മാതിരി പുറത്തോണ്ടിരിക്കുന്നു. ഫോട്ടോസ് മറ്റേ ബീജിയം കിട്ടോ. എന്താ സംഭവിച്ചോ പറഞ്ഞോ ശനിമേ, എന്താ സംഭവിച്ചോ തൽക്കെന്ന് പറഞ്ഞ കൊറേ പറഞ്ഞോ പറയല്ലോ ബ്ലോഗാണ് പറഞ്ഞോ എന്താ വെച്ച് പെട്ടു ഇനി പറ. പണി കഴിഞ്ഞ് വരുന്നോ? ഞായറാഴ്ച ഓക്കെ. ഞാൻ മദ്രസ ഇട്ടെന്നാണ് കിടന്നു. ആ ഉറക്കം ഉറങ്ങിയാ നീച്ചത് പിന്നെ ഞാൻ കുളിച്ചിട്ടും ഫുഡ് കഴിച്ചിട്ടൊന്നും. ഇപ്പൊ എളാമ്മയോട് എന്താ പറഞ്ഞേ, നിങ്ങള് കുളിച്ചിട്ട് വരാ വരി പോയി കണ്ടു. എളാൻ പറഞ്ഞ പോണീന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ പറഞ്ഞു. ഫുഡ് തന്ന് ആ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ ഇറങ്ങിയപ്പോ ഇത് അനിയത്താണ്, ഞാനോട് ഓൾക്ക് ഡ്രസ്സ് എടുക്കാണ്ടാവും. പിന്നെ കസിൻ അനിയൻ പറഞ്ഞത് ഞാനോട് ഓൾക്ക് നരിവേട്ടന്റെ ബാക്കി സിനാനാണ് നരിവേട്ടന്റെ ബാക്കി കാണാണ്ട് ഞാനും വരാറ്. പോന്നു. ഇവിടുത്തെ ഞാനൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പോയില്ല വെച്ചപ്പോ മഴ കുറച്ചു നേരം ഇവിടെ നിന്ന് ചെറിയൊരു മഴക്ക് ചെറിയൊരു ശമനം കണ്ടപ്പോ ഞങ്ങള് ഇറങ്ങി. ഇറങ്ങി ഇങ്ങനെ പോയി അങ്ങാടി എത്തി വെളാമ്മ വീണ്ടും വിളിച്ചു. എവിടെ എത്തി വരുമ്പോ മന്തി ഞങ്ങളെ സാധനങ്ങൾ കൊടുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്യാപ്സിക്കും ചപ്പും വാങ്ങി പണ്ട് കയറാൻ കുറച്ചുമാടി മഴ ചെയ്തു. മഴ സ്ട്രോങ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ എത്താം. ആ പോക്ക് ഇങ്ങനെ പോവരുത്. ആ പോക്കാണ് പോണ ഇടയില് മഴ കുറച്ച് സ്ട്രോങ് ആയി. ഞാൻ വണ്ടി കുറച്ചുപാടി ഒരു ചെറിയൊരു സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടി നമ്മൾ കറക്റ്റ് ഒരു ബേക്കറിന്റെ അവിടെ എത്താനായിട്ട് കരണ്ടാണ് പോയി. കരണ്ടാണ് പെട്ടെന്ന് കരണ്ടെന്ന് ഞാൻ കാണുന്ന മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ റിവേഴ്സ് എടുത്ത് കയറുന്നത്. പിന്നെ ഒന്നും ചെയ്യാനില്ല. അനിയത്തി പഠിച്ചോടെന്ന് പറഞ്ഞ ഞാൻ അല്ലാന്ന് പറഞ്ഞു നേരെ കൂട്ടിമുട്ടി നേരെ ഓട്ടോറിക്ഷ തല കണ്ടിടിച്ച് ഞാനൊരു വീണ് നേരെ ഇരുന്നു. ആ ഇരുത്തം പിന്നെ അവിടെ പിന്നെ പൊട്ടലുണ്ടോ? ചെറിയ സ്ക്രാച്ച് ഉള്ളു. സ്ക്രാച്ച് വെള്ളല്ല മൂത്രയ്ക്കുമ്പോ ഓൻ കുടിച്ചു അല്ല അതിലെന്താ പ്രത്യേകത മാറ്റി വെച്ചാൽ മൂത്രം തുള്ളി തുള്ളി പുറത്തേക്ക് വിടാല. ഇത് അടിയിൽ അപ്പൊ എന്തായാലും ഇറങ്ങാണ്. പോട്ടെ ഞാൻ കാണാം. ഒരു മാസം കഴിഞ്ഞു എന്താ കടത്തം. അപ്പൊ എന്തായാലും പോട്ടെ. ഓക്കെ. അപ്പൊ ജുനൈദ് പോവാണ്. ഞാൻ എന്തായാലും രാമനാട്ടിലേക്ക് പോണത്. അവന്റെ പരിക്ക് പോവാണ് ജുനൈദ്. അപ്പൊ കാണാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മള് നേരെ നമ്മളെ ഊരിലേക്ക് പോകുന്നു. അപ്പോൾ ഫോട്ടോസ് വന്നിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പൊ ഞാനിനി നേരെ ഇവന്റെ ഒപ്പം, ഇവന്റെ വീട് ചേളാരിയാണല്ലോ, അപ്പൊ അവിടുന്ന് അടുത്ത സ്റ്റോപ്പാണ് രാമനാട്ടുകര ബസ് സ്റ്റാൻഡ്. നേരെ NH കയറണു, നേരെ രാമനാട്ടുകര പോകണം. അവിടെ ഞാൻ ഇറങ്ങും, ഇവൻ തിരിച്ച് വീട്ടിൽ പോകും, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്കും പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഇതോടുകൂടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തുടർന്ന് വ്ളോഗുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ നല്ല കിട്ടലും പാട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. ജിങ്കലല്ല ജിങ്കലല്ല. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ, ബൈ.